കൊൽക്കത്തയുടെ മണ്ണിൽ വിവേകാനന്ദ യുവഭാരതി ക്രീഡാങ്കണിൽ നിന്ന് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടത്തിന്റെ ആവേശധ്വനികൾ മുഴങ്ങാൻ പോവുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് അവരുടെ 4-2-3-1 ഫോർമേഷനിൽ ഒരേ ഒരു മാറ്റം മാത്രമാണ്. ആഷിഖിന് പകരം അവിടെ സുഭാഷിഷ് എത്തുകയാണ്. സുഭാഷിഷ് ബോസ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11 4-3-3 ഫോർമേഷനിൽ 4 മാറ്റങ്ങൾ വരുന്നു. പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒത്തുചേരാം ഈ സുന്ദര മത്സരത്തിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ എഡ്രിയാൻ ലൂണയുടെ ടച്ചോടുകൂടി തന്നെ ഈ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് തുടക്കമാകുമ്പോൾ ലോകമെങ്ങുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്യുന്നു. സന്ദീപുമായുള്ള ബാറ്റിലാണ്. സുഭാഷിഷ് നല്ല സേവ്. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ഇവിടെ വേറെ അതിനു മുമ്പ് അത് കഴിഞ്ഞിരിക്കുന്നതാണ്. റഡോസിന്റെ ഒരു അറ്റംപ്റ്റ് ആണ് അവിടെ. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ മികച്ച സേവ് ഇതായിരുന്നു. പവർഫുൾ വോളി. സന്ദീപ് വിടാതെ പിടിക്കുന്ന ലിസ്റ്റൺ. ഒപ്പം ലൂണ. ഫ്രീദത്തിന്റെ ക്ലിയറൻസ് സുഭാഷിഷ് ബോസിലേക്ക് എത്തുകയാണ്. സുഭാഷിഷ് ബോസ് ക്രോസ് കംസ് ഇൻ. ഫ്രെഡിയുടെ ഫ്ലൈയിങ് ഹെഡ് ക്ലിയറൻസ്. വീണ്ടും പന്ത് സഹൽ. ആശിഷ് റായ്. സെക്കൻഡ് ബോൾ. റീബൗണ്ടിലേക്ക് ശ്രമം നടത്തി നോക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. ആ ശ്രമത്തിനാണ് വിജയം വരുന്നത്. അവിടെ ഇളകി മറിയുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്റെ ആരാധകർ. തട്ടിത്തെറിച്ചു വന്നൊരവസരം ഒരു പിഴവും വരുത്താതെ ഗോളാക്കി മാറ്റുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. ജിമനാസ് നിർഭാഗ്യം. ഒടുവിൽ ആദ്യ പകുതിയുടെ അവസാന വിസിലും വരുമ്പോൾ ഒരു ഗോളിന്റെ ലീഡിൽ ഷാനി മെക്ലാരൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയ ഒരു ഗോളിന്റെ ലീഡിൽ അവസാനിപ്പിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഈ ആദ്യ പകുതി. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്റെ ടച്ചോടുകൂടിയാണ് ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് തുടക്കമാകുക. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്യട്ടെ. ചാലഞ്ച് ബാക്കിലേക്ക് പറയാൻ വന്നത് 13 അവേ മത്സരങ്ങളായിട്ടും ചാൻസ് ആണ്. ഇത്തവണ പക്ഷേ വീണ് കിട്ടിയ അവസരത്തിൽ മിസ്റ്റേക്ക് വരുത്താൻ ജിമനസ് തയ്യാറായിരുന്നില്ല. തിരിച്ചു വരുവാനുള്ള സാധ്യത തുറന്നെടുക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച വാക്കിൽ തന്നെ പറയട്ടെ, വർഷങ്ങളായി കിരീടത്തിന് കാത്തിരിക്കാമെങ്കിൽ ഇനി ഈ സീസണിലെ തിരിച്ചുവരവിന് എന്തുകൊണ്ട് കാത്തിരുന്നൂടാ? Let's hope for the comeback. ഇവിടെ 9ാമത്തെ ഗോളാണ് ഇവിടെ ഹിമിനസ് നേടിയിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് തന്നെയാണ് നോവ സദോയ് ട്രൈ ചെയ്തത്. പക്ഷേ വിശാലിന്റെ തട്ടിയകറ്റൻ നവോച്ച വഴിതടയുന്നു ആ ശ്രമത്തെ. ത്രോ ഇൻ ഫോർ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. ഇവിടെയാണ് ഇനി എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയേണ്ടത്. ഗുഡ് സേവ്. ലിസ്റ്റന്റെ ഷോട്ട് തട്ടിയകറ്റുന്നു സച്ചിൻ സുരേഷ്. തിരിച്ചു വരും. അതാണ് നഷ്ടപ്പെട്ടത് ഓർക്കുകയല്ല, തിരിച്ചു വരിക. ഓഫ്സൈഡ് ഫ്ലാഗ് പക്ഷേ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു അവിടെ. ഓവർ ദ ഹെഡ് ബോൾ. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും നിർഭാഗ്യം. ഒരു ഫ്രീ കിക്ക് ആണ് ഡ്രിങ്ക്സ് ബ്രേക്കിന് മുമ്പ് വിധിക്കപ്പെട്ടിരുന്നത്. ഡ്രിയാൻ ലൂണയും നോവ സദോയും ഒക്കെ ചേർന്ന് തയ്യാറെടുക്കുന്നു. ഡ്രിയാൻ ലൂണ. ഹെഡ് ബോൾ.
വന്നിറങ്ങുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. അതാ 2 ഗോളുകളുടെ നേട്ടത്തിലേക്ക്. അതാ ഇവിടെ വീണ്ടും കിട്ടിയ വീണ്ടും ഫ്രീ കിക്കിൽ നിന്ന് ഒരു ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നു. മിലോസ് ഡിൻസിച്ച്. ആഷിഖിന്റെ മികച്ച ഒരു ക്രോസാണ് അത് ഗോളാക്കി മാറ്റുന്നത്. ഗംഭീരമായൊരു സാധ്യത, അതിനെ ഒരു പിഴവും കൂടാതെ ഉപയോഗപ്പെടുത്തുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. ഇളകി മറിയുകയാണ് വിവേകാനന്ദ യുവഭാരതി ക്രീഡാങ്കൺ. വീണ്ടും പെപ്ര, ക്വാമി പെപ്ര, ഷോട്ട്. ഒരുപാട് താരങ്ങളാൽ സമ്പന്നമാണ് ഗോൾമുഖ. വൈഡായ ഒരു കോർണർ കിക്ക്, പക്ഷേ ഫ്രീ സ്പേസിലേക്കാണ് പൂയ. Again cross comes in. Trincic. Counter സാധ്യത. Free space. Cummins. Again Subhashish block. Great block. Great block. Alberto. സെക്കൻഡുകൾ മാത്രം ശേഷിച്ചപ്പോൾ ഈ മത്സരം വിജയമറിഞ്ഞേ മടങ്ങൂ എന്ന് തീരുമാനിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. വിശ്വസിക്കാനാകാതെ കേരള ബ്ലാസ്റ്റേഴ്സ്. വാട്ട് എ ഗോൾ, വാട്ട് എ ഗോൾ. ഒന്നും പറയാലോ, ഒരാൾക്ക് പിടിക്കാൻ പറ്റാതെ പോലുള്ള ഒരു ഷോട്ടാണ് ഇവിടെ ആൽബർട്ടോ റോഡ്രിഗസ്. സുഭാഷിഷ് ബോസിന്റെ ക്ലിയറൻസ് ശ്രമം. കമ്മിൻസ് ഒടുവിൽ അവസാന വിസിലും മുഴങ്ങുമ്പോൾ ആവേശം നിറഞ്ഞൊരു പോരാട്ടത്തിന് മൊളീനയ്ക്ക് അനുകൂലമായ, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന് അനുകൂലമായ ഒരു വിജയം. പരസ്പരം ഗംഭീരമായ ഒരു പോരാട്ടം. മിഖായേൽ സ്റ്റാറയും മൊളീനയും